പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അലയടിച്ചുയരുന്ന ഈ ഭൂമിയിലെ വാസത്തിൽ എല്ലാ മനുഷ്യനും കൊതിക്കുന്നൊരു കാര്യമാണ്, ദൈവമേ നീ എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യണം, അല്ലെങ്കിൽ വൻകാര്യങ്ങൾ ചെയ്യണം? ഇന്ന് അങ്ങനെ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. 126 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വചനം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ വചനത്തിനകത്തെ ആത്മീക സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ നിനക്ക് സന്തോഷിക്കാനുള്ളൊരു വക ദൈവം തരാൻ പോവുക. അതെന്താണെന്ന് നീ അറിയണം. നീ ഏറെ നിരാശപ്പെട്ട വിഷയത്തിനകത്ത് യഹോവ നിനക്ക് വൻകാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും മനുഷ്യഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു സന്ദേശമാണ്, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് അല്ലതാണ്. അസാധ്യമായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതാരോട് പറയും, ആരോട് ഷെയർ ചെയ്യും? നമ്മുടെ ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ ആരുമില്ല, അതിനൊരു നല്ല മറുപടി പറയാൻ ആരുമില്ല. നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നം കൊണ്ട് പോകരുത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഇനി ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുക, കുറെ അസാധ്യതകളുടെ മുമ്പിൽ നെടുവീർപ്പിട്ട് നിൽക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുക. നീ ആ വിഷയം ദൈവസന്നിധി കൊണ്ടുപോവാ. ദൈവം നിനക്ക് വേണ്ടി നീ സങ്കടപ്പെട്ട വിഷയത്തിൽ, കരയുന്ന വിഷയത്തിൽ, വേദനിക്കുന്ന വിഷയത്തിൽ, ഉറക്കം കെടുത്തിയ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോകും. ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ, കർത്താവേ നീ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എണ്ണപ്പെട്ട ചില ദിവസത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ട് നീ സന്തോഷിക്കുന്ന ദിവസങ്ങളാകാൻ പോകും. എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ നീ എനിക്ക്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, വൻകാര്യങ്ങളെ ചെയ്യണം. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങളെ ചെയ്യണം. സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന പല വാഗ്ദത്തങ്ങളും ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോവാം. നമുക്ക് കണ്ണുകളെ അടച്ച് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ ലൈഫിൽ വൻകാര്യങ്ങളെ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, മറുപടി കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം ഞങ്ങൾക്ക് മറുപടി തരാൻ പോകുന്നുണ്ട്. സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്നത്തെ ദിവസം ദൈവം അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്യാൻ സമയമായി. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു.